വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ക്ഷണം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണത് നമ്മുടെ വാഴക്കാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, മുസ്തഫാക്ക. ഹയാത്ത് ഹോം എന്ന് പറഞ്ഞിട്ട് 21 ഫാമിലിക്ക് വാഴക്കാട് തന്നെ ഫ്രീ ആയിട്ട് നിൽക്കാനുള്ള ഒരു ക്വാർട്ടേഴ്സ്, അതുപോലെ ഹയാത്ത് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് വളരെ എന്താ പറയുക വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് സിവിൽ സർവീസ്, അതുപോലെ USS LSS ഇതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ മുസ്തഫാക്ക. അപ്പോൾ മുസ്തഫാക്കൻ്റെ ദുബായിലെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ മുസ്തഫാക്കൻ്റെ വീടിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ടാവും. മുന്നിൽ തന്നെ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ രണ്ട് സൈഡിന് ഈത്തപ്പനയുടെ തൈകളാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ചത്. നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറുമ്പോൾ ഗേറ്റ് കടന്ന ഒരു സൈഡിന് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് മുസ്തഫാക്കൻ്റെ വീട്. ആ മുന്നിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ മുസ്തഫാക്ക. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് അതിൻ്റെ സൈഡിനൊരു സംഭവം ഉണ്ടായിരുന്നു. അബ്ബാസൊക്കെ വിളിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പോയി നോക്കിയതാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് പോയി നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരു പശു. അപ്പോൾ ദുബായിൽ ഈ പശുവിനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ നാട്ടിലെത്തിയൊരു ഫീൽ ചെയ്യുന്നു കേട്ടോ. പശുവിനെയും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോഴികളും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ സെറ്റപ്പ് ജീവിതമാണ് കേട്ടോ. നല്ല ഫാനും ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് അവിടുത്തെ ചെടികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. കാരണം നമ്മൾ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ഈ കഞ്ഞിക്കുറുക്ക, തുളസി, മല്ലിച്ചപ്പ്, പുതിന, അതൊക്കെയാണ് ചെടികളുടെ സ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. മാഷാ അല്ലാഹ് നന്നായിട്ടുണ്ടായിട്ടുമുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് മുറ്റത്ത് വെച്ചിട്ട് ചിക്കൻ കബാബൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് മുറ്റത്ത് തന്നെ ടേബിളൊക്കെ ഇട്ടിട്ട് കഴിച്ചത് കേട്ടോ. ഞങ്ങളെ കൂടാതെ പിന്നെ വാഴക്കാട് നിന്ന് 2 ഫാമിലിയും കൂടെ വിസിറ്റിങ്ങിന് വന്നവരുണ്ടായിരുന്നു കേട്ടോ. അവരുണ്ടായിരുന്നു നമ്മളെ കൂടെ. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒന്നിച്ച് ഗ്രില്ല് ചെയ്ത് അവിടെ മുറ്റത്ത് തന്നെ ടേബിളിട്ടൊക്കെ കഴിച്ച്. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീൽ ചെയ്യുന്നു കേട്ടോ. നമ്മളൊരു വേറെ സ്ഥലത്തേക്ക് വന്നൊരു ഇത് തോന്നിയിട്ടേ ഇല്ലേന്ന്. അതുവരെ ടേസ്റ്റ് നോക്കാത്ത വെറൈറ്റി ഐറ്റംസ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏത് വാങ്ങിയാ പോവില്ലാന്ന്
15 ഇല്ലേ കാർസിൽ വെച്ചാൽ മതി. പിന്നെ ഇല്ലേ ഒരിക്കൽ പോകില്ല. എന്ത് ക്ലിയർ. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തുതരാണ് കേട്ടോ നമ്മൾ അവിടുന്ന് പിരിയണത്. അപ്പോൾ മുസ്തഫാക്കൻ്റെ മോൾ തന്നെ നമ്മളെ അജ്മാലിൽ കൊണ്ടുവന്ന് ആക്കി തന്നു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.